ഹായ് ഫ്രണ്ട്സ്, വർഷങ്ങളായി കാത്തിരിക്കുന്ന നമ്മുടെ ആട് 3യുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. മാർച്ച് 19-നാണ് റിലീസ് ഡേറ്റ്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഇതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഷാജിപ്പാപ്പൻ്റെയും പിള്ളേരുടെയും മൂന്നാമത്തെ വരവ് അറിയിച്ചുകൊണ്ടുള്ള ട്രെയിലർ റിയാക്ഷനിലേക്ക് പോവാം. വൻ പരിപാടി വയ്ക്കാൻ തോന്നുന്നു. ആകാശത്തിനും അപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് നിന്നാ ഇത് വന്നിട്ടുള്ളത്. അങ്ങനെയാ കാർന്നവന്മാരും ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തോ അജ്ഞാതമായ ശക്തി ഇതിനുണ്ടത്രേ. പല ദുഷ്ടശക്തികളും പല ഇതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ നടക്കും. Mark my words. This bridge is going to change our fortunes. ഈ പുഴയ്ക്ക് കുറുകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കുക. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അമ്പ ഇത് കൊല്ലാം. അത് മതി. പാലം പൊളിച്ചിട്ടാണോ നീ കാശുകാരനാകുന്നത്? ഹൈ റേഞ്ചിന്റെ ചെഗുവേരേ. ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. മ്യൂസിക് വയലൻസ് വേണ്ടെന്ന് 100 തവണ ഞാൻ പറഞ്ഞതാണ്. ജീവൻ മാറുന്ന പോരാട്ടം. ഏത് ഈ വയ്യാത്ത നടുവും വെച്ചോണ്ട തനിക്ക് പോരാടാനുള്ള സമയം സമാഗതമാകും. എന്താണോ വരുന്നത്? ഒട്ടി നിൽക്കാതെ 2 അടി മാറി നിന്ന് കൗണ്ട് ഡൗൺ കേൾക്കടാ. മമ്മൂക്ക വില ഓൾറെഡി അങ്ങ് വേണ്ടി കൊടുത്തിട്ടില്ല. മനസ്സിലായോ സാറേ? ഗ്രാമവാസി സൈറൺ എന്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കം ടു ഡാഡി. പാപ്പാ, നോ സെന്റിമെന്റ്, നോ കോംപ്രമൈസ്. One last fight. ട്രെയിലർ ഒരു രക്ഷയില്ല. പോലീസാണ് ഷാജിപ്പാപ്പന്റെ ജോഡിന്റെ എല്ലാം ബീജം ഒക്കെ വന്നപ്പോ തന്നെ അല്ലേ. പിന്നെ പാപ്പനെ ആദ്യം കാണിച്ച നമ്മൾ ഓർത്ത് ആട് 3 അല്ല, പാപ്പൻ മാറി. പാപ്പൻ ട്രാക്കിലേക്ക് വീണു പെട്ടെന്ന്. 2 കാലഘട്ടമാണെന്ന് പറഞ്ഞല്ലോ. അന്യായ സാധനം. ഈ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ഏറ്റവും ലുക്ക് അന്ന് അന്യായ ലുക്കായി സണ്ണി വേനെ. പക്ഷെ 3ലേക്ക് വന്നപ്പോഴത്തേന് പുള്ളി ഒരുമാതിരി മുടിയായിട്ട് വല്ലാതാക്കി. ഫസ്റ്റ് ഇറങ്ങിയ അതെ ജോഡും പാപ്പനൊക്കെ അതുപോലെ തന്നെയുണ്ട്, ഒരു മാറ്റമില്ല. പിന്നെ നമ്മുടെ മൂന്നയില്ല. എല്ലാ ആൾക്കാരാണെങ്കിലും ഇത്ര വർഷം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ചേഞ്ച് ആർക്കും കാണാനില്ല. വിജയ് ബാബു സഖാവനാണെങ്കിൽ കൂടി ശശിയാശാൻ 2 കാലഘട്ടത്തിലുണ്ട്. ഫുക്രു ഇറങ്ങി ബാക്കി നിൽക്കുന്ന ജയസൂര്യാണ്. ജയസൂര്യ ഒരു രക്ഷയില്ല. എന്നെ ലുക്കാവന്റെ തിയേറ്ററിൽ എന്തായാലും തിയേറ്ററിൽ ഒരു തവണ നല്ലതാണെങ്കിൽ ഒരു തവണ ഒന്നും അല്ല, അതിൽ കൂടുതൽ കാണേണ്ടി വരും. നല്ലതായിരിക്കും. ട്രെയിലറിന്റെ അവസാനമല്ല അവര് എല്ലാരും കൂടെ കോമഡി ഇത് തന്നെ വെച്ചിരിക്കാൻ പടം എന്തായാലും പറയണ്ടല്ലോ. അതെ, അന്യായമായിരിക്കും. ട്രെയിലർ ഭയങ്കര സെറ്റപ്പായിട്ടൊന്നും അല്ല അവർ കട്ട് ചെയ്തേക്കുന്ന, ഒരു ചെറിയൊരു ഇതായിട്ട്
മിഥുന്റെ ബുദ്ധിയായിരിക്കും. ഇനി ബാക്കിയെല്ലാം തിയേറ്ററിൽ കണ്ടാൽ മതി എന്നായിരിക്കും. അന്യ ഒരു അക്ഷരം. പിന്നെ ആട് 3 പാർട്ട് 1 എന്നല്ലേ പിന്നെ ഇതിന് ബാക്കി വരുമോ? ഒരു ആട് ഒരിക്കലും നിർത്തത്തില്ല. ഇനി കുറെ വർഷങ്ങൾ കഴിയുന്നതാണ് ജയസൂര്യക്ക് കുറച്ച് പൊട്ടിയ പടമൊക്കെ വരുമ്പോഴത്തേന് വീണ്ടും ആട് 3 വന്നാലും കയറി പോകല്ലോ. അതല്ല, ആട് 3 ഒരിക്കലും നിന്നു പോകുന്നില്ല. അതിലെ ഓരോ കഥാപാത്രം എടുത്താലും ഒരു പടം ഇറങ്ങാം. വിജയബാബു തന്നെ ഇങ്ങനെ ഇന്റർവ്യൂലെല്ലാം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. ജോഡിനുൾപ്പെടെ ജോഡിനും എല്ലാവർക്കും പാപ്പനാന്ന് പറഞ്ഞാലും ആർക്കും വേണുള്ളൂ. ശശിഹാസനൊക്കെ ഒരു പടം ഇറക്കാരോ? ശശിഹാസൻ അടിപൊളിയല്ലേ. ശശിഹാസൻ അന്യ കോമഡിയായി 2 കാലഘട്ടത്തിലും ഉണ്ട് പുള്ളി. ഫസ്റ്റ് ഞാൻ കാലൊടി നടന്നില്ലേ, അന്നേരം ഈ ആട് ഫസ്റ്റ് കണ്ടത് തിയേറ്ററിലല്ല, വീട്ടിൽ DVD ഇട്ട് കണ്ടു. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഡെയിലി കണ്ടു. പിന്നെ സെക്കൻഡ് പാർട്ട് വന്നു തിയേറ്ററിൽ പോയി കണ്ടു. സെക്കൻഡ് പാർട്ട് തിയേറ്ററിൽ സെക്കൻഡ് പാർട്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ ഉത്സവം പോലായിരുന്നു. ഹൗസ്ഫുള്ളായിരുന്നു. മുടിഞ്ഞ ആള്, ഞങ്ങൾ തന്നെ 10-15 പേരുണ്ടായിരുന്നു. എന്നിട്ട് ഭയങ്കര ആഘോഷം. തുടക്കം പാട്ടൊക്കെ ഇട്ടല്ലേ തുടങ്ങുമ്പോൾ നമ്മൾ ആടിന്റെ ട്രാക്കിലേക്ക് കയറ്റുന്നു. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. ആ ലെവലിൽ തന്നെ ഇതും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒന്നും വേണ്ട, അതിൻ്റെ അതേ പാട്ടും തീം മ്യൂസിക്കും ഒക്കെ തന്നെ മതി. എല്ലാവരുടെയും BGM ഒക്കെ മതി. അതെ, ഷമീർ, അബു, സാത്താ സേവർ എല്ലാം. എന്നാലും സാത്താ സേവർ എന്നാ ലുക്കായി അറിയാം. ഫസ്റ്റ് സെക്കൻഡിലും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിരുന്നു ആ ഇൻട്രോയും എല്ലാം. പക്ഷെ ഇങ്ങോട്ടേക്ക് മുടിയൊക്കെ വളർത്തി അത് വേണ്ടായിരുന്നു. സന്നിവേനെന്തോ പറ്റിയ ഹിറ്റായിരിക്കും. അതെ, ട്രെയിലർ തന്നെ ഒന്നെങ്കിൽ ഇപ്പോട്ടാ നിൽക്കും, അല്ലെങ്കിൽ ഇപ്പോട്ടാ നിൽക്കും. അവിടെ നിൽക്കത്തില്ല. രണ്ടിലൊന്ന് എന്തായാലും വിജയിക്കണം. ആട് 1ഉം 2ഉം ഉണ്ടാക്കിയ ഒരോളം എന്തായാലും ആട് 3 കിട്ടുമെന്നാണ് ഒരു പ്രതീക്ഷ. സെറ്റപ്പാണ്. അതിനകത്ത് 1ലെയും 2ലെയും പാട്ട് തന്നെ എടുത്ത് 3 ഇട്ടാലും ഒരോളം കിട്ടും. ഭയങ്കര സൂപ്പറാ പാട്ട്. പിന്നെ ഇത്രയും ട്രെയിലർ കാണുമ്പോൾ അത്യാവശ്യം കാശ് പൊട്ടിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യ ബിഗ് ബഡ്ജറ്റ് 5 ചിത്രങ്ങളിൽ ഒന്ന് ഇതായിരിക്കുമെന്ന് വിജയബാബു തന്നെ പറഞ്ഞു ഇന്റർവ്യൂ. നല്ലതായിട്ട് പൈസ പൊട്ടിച്ചിട്ടുണ്ട്. നല്ല പൈസ പൊട്ടിച്ചിട്ടുണ്ട്. അത്രയും ക്രൂവും അത് മേക്കിംഗ് കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. എന്തായാലും ആട് 2 വിജയിച്ച പോലെ തന്നെ ആട് 3യും അതിനേക്കാളും ഒത്തിരി വിജയിക്കട്ടെ. എന്നാലേ നല്ല നല്ല സിനിമ ഇനിയും വരത്തുള്ളൂ. വിജയബാബു പുള്ളി ഇറക്കുന്നതാണ്. പുള്ളി പട്ടക്കളമാണേലും വാലാട്ടി പുള്ളി ഇറക്കുന്നതല്ല നല്ല. പുള്ളിയുടെ മുദ്ദുകാവ് പൊട്ടിയ പഴയ പടമൊക്കെ ഉണ്ട്, അതുവരെ നല്ല പടം. പുള്ളി ഇറക്കുന്നതല്ല നല്ല സിനിമയാണ്. അപ്പൊ ഇത് വിജയിക്കുകയാണെങ്കിൽ പുള്ളി ഇതുപോലെ വലിയ വലിയ പരീക്ഷണങ്ങളൊക്കെ എടുക്കുമായിരിക്കും. നമുക്ക് നല്ലതാണ്. എന്തായാലും പരീക്ഷിക്കണ്ടേ? ഞങ്ങൾ പടക്കളത്തിന്റെ ഫാനാണ്. ഞാൻ പടക്കളത്തിന്റെ ഫാനാ ഇപ്പോഴും. ഞാൻ പറയും എന്തായാലും ആട് 3 കാത്തിരിപ്പാണ്. പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ പോയി കാണാനുള്ള കാത്തിരിപ്പാണ്. അപ്പം വിജയിക്കട്ടെ, നല്ലതായിരിക്കട്ടെ. എല്ലാവിധ ആശംസകളും. അപ്പം തിയേറ്ററിൽ പോയി കാണാം. ഓക്കെ, ബൈ.